എങ്ങനെയാണ് അർച്ചന ഈ മധ്യമേഖലയിൽ എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിലെ വിവരങ്ങൾ? അജിംഷാദ്, ഇടവേളകളില്ലാതെ മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ. നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയായിരുന്നാൽ വെള്ളക്കെട്ട് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അല്പം സ്ഥിതി മാറിയിട്ടുണ്ട്. ഇന്ന് പല മേഖലകളിലും അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. പ്രധാനമായും ഈ പനമ്പള്ളി നഗർ, ഒപ്പം ഈ കാക്കനാട്, ഇന്ദിരാ നഗർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് സമീപ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. മാത്രമല്ല മൂവാറ്റുപുഴയാറിൽ ഇപ്പോൾ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ അപകട തരണം ചെയ്തിട്ടുണ്ട്. അതായത് അത്തരത്തിൽ കൂടുതൽ വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരത്ത് താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. എന്തായാലും അത്തരം അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഇതുകൂടാതെ കണ്ണമാലി പ്രദേശത്ത് വലിയ രീതിയിൽ കടലാക്രമണം രൂക്ഷമാണ്. ഇവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്നും ആളുകൾ ബന്ധുവീടുകളിലടക്കം മാറുകയാണ്. ഈ ഉപ്പുവെള്ളം കലർന്ന വീട്ടു ഉപകരണങ്ങളെല്ലാം തന്നെ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അവിടെ മാറുന്നുണ്ട്. മാത്രമല്ല നഗരപ്രദേശത്ത് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടൊപ്പം മരം കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. ഗതാഗത തടസ്സം അടക്കം നേരിടുന്ന പ്രതിസന്ധി മുന്നിലുണ്ട്. എന്തായാലും ഉടനടി അതിനെല്ലാം പരിഹാരം കാണുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇത് കൂടാതെ തന്നെ ഏറ്റവും പ്രധാനമായും ഇനി വരുന്ന മണിക്കൂറിലും അതിശക്തമായ കാറ്റും ഒപ്പം മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് നൽകുന്നത്. മാത്രമല്ല ഈ മലയോര പ്രദേശങ്ങളിലേക്ക് അടക്കം യാത്ര പോകുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഈ വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അത്തരം മേഖലകളിലേക്ക് ഒരു കാരണവശാലും ആളുകൾ സഞ്ചരിക്കരുത് എന്ന നിർദ്ദേശം കൂടി ഘട്ടത്തിൽ നൽകുകയാണ്. എറണാകുളത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മഴയിൽ ഏകദേശം 187ഓളം വീടുകളാണ് ഭാഗികമായി തകർന്നത്. 3-ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്നലെ ഈ ചെറായി പുഴയിൽ കുളിക്കാൻ പോയ ഒരു യുവാവിനെ കാണാതായിട്ടുണ്ട്. വഞ്ചിയുമായി സുഹൃത്തുക്കൾക്കൊപ്പം പോയ ആളെയാണ് കാണാതായിരിക്കുന്നത്. ഇന്നലെ മുതൽ തിരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഖിൽ എന്ന് പറയുന്ന ചെറായി സ്വദേശിയാണ് കാണാതായത്. ഇത് കൂടാതെ അതിശക്തമായ കാറ്റിൽ ഇത്തരത്തിൽ മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചിട്ടുണ്ട്. വൃദ്ധ ഏകദേശം 80 വയസ്സിന് മുകളിലുണ്ട്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. ഇത്തരത്തിൽ കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അത് ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും മലയോര മേഖല അടക്കം കനത്ത ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. അജിംഷാദ്.